ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലഞ്ചിൻ്റെ റെസിപ്പി കൊണ്ടാവുന്നതാണ്. ലഞ്ച് ടൈമിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഉമ്മച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മീൻ വെച്ചിട്ടുള്ള പല വിഭവങ്ങൾ, മീൻ വെച്ചിട്ടുള്ള കറികളാണ് കേട്ടോ. അയലയും ഉണ്ട്, ചൂരയും ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ സൂത എന്നാണ് കേട്ടോ ഈ ചൂരക്ക് പറയുന്നത്. അപ്പോൾ ഈ ചൂരമീനും അയലമീനും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും അതിൻ്റെ കൂടെ മീൻ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഇവളും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കിച്ചണിലെത്തിയപ്പോഴേക്കും ഉമ്മച്ചി അയലയും സൂതയും ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ആദ്യം തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അയലയിലോട്ട് ഇതിൻ്റെ ഈ നീര് വെച്ച് കൊടുത്തിട്ട് ഇത് രണ്ടും ഇങ്ങനെ മാറ്റി ഭാഗങ്ങളായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് കറിയിലോട്ടും ആദ്യം മാറ്റി വെക്കുന്നുണ്ട്. ഇലക്കറി ഉണ്ടാക്കുന്നത് പച്ച കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ. പച്ച കുടംപുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപ്പിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിന് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കൂടി ചേർത്ത് ഈ കാണുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ടാവും. അതിൻ്റെ മോൻക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ഒച്ചയാണ് കേട്ടോ, ബഹളാണ് കാണുന്നത്. അപ്പോൾ ഈ അയലക്കറീൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളത് മിക്സ് ആകുമ്പോഴേക്കും ഇതായി ഒന്ന് തിളച്ച് വന്നോളും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു കറി, അതായത് സൂതക്കറി, ചൂരക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങട്ടോ. കുറുക്കിയ രീതിയിലുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു കറിയിലോട്ട് മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറിക്ക് മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അത് കൂടുതൽ ചേർത്ത് കൊടുത്ത് നല്ല എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കാണുന്ന പോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ എരിവും പുളിയും എല്ലാം വ്യത്യസ്തമാവും. അപ്പോൾ ഞാനിത് ഇത്ര ടേബിൾ സ്പൂണ്, ടീസ്പൂണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ മെഷർമെൻ്റ് ഒന്നും കറക്റ്റായിട്ട് പറയുന്നില്ല. അത് നിങ്ങൾ ഓരോരുത്തരുടെ ചോയ്സാണല്ലോ. ഈ ഒരു കറിയിലോട്ട് ഉണങ്ങിയ കൊടുമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം ഇതിലോട്ട് ചേർക്കണില്ല, കുടംപുളി മാത്രം നന്നായിട്ടൊന്ന് സോക്കായതിന് ശേഷം അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കറികളും നന്നായിട്ട് മിക്സൊക്കെ ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് ഇങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കറിവേപ്പില ഇട്ടില്ല എന്ന് ഓർത്ത് ഉമ്മച്ചി അപ്പോൾ ഓടി വന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് രണ്ട് കറിയിലോട്ടും. കറിവേപ്പില നമ്മളെ ഈ കറി ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഈ കറിയിലോട്ട് ഇറങ്ങി വരുമ്പോഴേ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മച്ചി പറയാണ്, വല്യമ്മച്ചിയുള്ള സമയത്ത് ഇതുപോലെ കറിവേപ്പില മസ്റ്റായിട്ട് കറിയിൽ ഒരുപാട് ചേർക്കും, അതിങ്ങനെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ഈ ഒരു മീനിലോട്ടുള്ള മസാല തേച്ച് പിടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ചതച്ചത് നമ്മൾ ആദ്യം പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു തുള്ളി
അതായത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു മസാല ശരിക്കും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചേർക്കുന്നത്. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ചേർക്കണ്ട, ഒരല്പം ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പ്രസ്സാക്കി കൊടുത്തിട്ട് മസാല തേച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉമ്മച്ചി മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇരുന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ വീഡിയോസിലധികം ഞാൻ ഇരുന്നിട്ടാവും. കാരണം എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു റിക്കവറി ടൈമിലാണ്. ഞാൻ 4 വർഷമായിട്ട് ഇതുവരെ റെഡി ആയിട്ടൊന്നുമില്ല. 2 കാലും ഫുഡ് ഡ്രോപ്പ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരല്പം എന്താ പറയുക, നമ്മുടെ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ്. ഇത് കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മീൻ കറീൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. കൂടുതലാവരുത് കേട്ടോ, കുറച്ച് മാത്രം. ഈ 2 കറിയിലോട്ടും ഒരല്പം ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാത്രമല്ല, നമ്മുടെ ആ ഒരു മീനിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പോയി കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ ഈ തിള വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് താളിക്കാനായിട്ട് മുറിച്ച് വെക്കുക. ഞാനിവിടെ വെറുതെ ഇരിക്കണ കണ്ടപ്പോഴേ ഉമ്മച്ചി അടുത്ത പണി തന്നിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ബീൻസ് ഒന്ന് ക്ലീനാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അതിനിടയ്ക്കായിട്ട് ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, ഇത് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഊണ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഫ്രൈ ആക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിയിച്ച് ഫ്രൈ ആക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ എന്താ പറയുക കാസ്റ്റേൺ ചീനച്ചട്ടി, ഇതിൽ ഫ്രൈ ആക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നോൺ സ്റ്റിക്കിലും ഫ്രൈ ആക്കാറുണ്ട്, പക്ഷെ അതിലിങ്ങനെ ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കറി താളിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് 2 കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ കറി തയ്യാറായിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കറി ഉണ്ടാക്കി എന്തിനാണെന്നറിയോ, ഒന്ന് രാത്രിയിലോട്ടുള്ളതാണ്, ഒന്ന് ഉച്ചത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ 2 കറിയും നമ്മൾ കുറച്ച് വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ചധികം വേണം, ഒരു 8 ആളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവരെല്ലാവരും ഉണ്ടാകുന്ന ടൈമിൽ കുറച്ചധികം കറിയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഇന്നത്തെ ലഞ്ചും ഡിന്നറിൻ്റെയൊക്കെ കറികളും മീൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയും പുതിയ വെറൈറ്റിയും ഒക്കെ ആയിട്ട് വരാം. അതുവരെ കാണുന്നവരെ ബൈ ബൈ. അപ്പോഴേക്കും ഞാൻ ബൈ ബൈ ഒക്കെ പറഞ്ഞാണെങ്കിലും നമ്മൾ ഈ ഒരു ബീൻസൊക്കെ ഇവിടെ കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരിപാടിയൊക്കെ വെച്ച് നോക്കിക്കോളും. ഓക്കെ.